അങ്ങനെ നിങ്ങളുടെ വീട് തിന്നെ വെച്ചിരുന്ന ഞങ്ങൾ 2 പൊതിക്കെട്ട് കാണുന്നില്ലല്ലോ. അയ്യോ ഞാനെടുത്തില്ല. എനിക്കെന്തിനാ നിങ്ങളുടെ പൊതിക്കെട്ട്? ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ അത് ഇരിപ്പുണ്ടായിരുന്നല്ലോ. അവിടെ നിന്ന് ആരും ഒന്നും എടുത്തോണ്ട് പോവില്ല. മത്തായിച്ചനെവിടെ? അച്ഛനും അവരാനും കൂടി കഞ്ചാവ് വലിച്ചോണ്ട് ആ തിണ്ണയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഇനി വല്ലയിടത്തും കൊണ്ട് പണയം വെക്കാൻ എടുത്തോണ്ട് പോയതാണോ? നമുക്ക് പോയി നോക്കാം. കാട്ടിന്നല്ലടാ വിറക് പറ്റിയത്. 2 രൂപ പഴ. നിന്റെ കാശില്ലേ? എന്നാലാ വെട്ടിയെത്തേക്ക് എടുക്ക. ഓടാ. ഗോപാലനാണ് ഇവിടെ. അയ്യോ ഇതെന്താ മത്തായിച്ച? മത്തായിച്ചനല്ല, മത്തായി അങ്ങുന്ന. ഞങ്ങൾ 2 പേരും പോലീസിൽ ചേർന്നു. ഇന്ന് കാലത്തെന്ന് വെച്ചോ, ഞങ്ങൾ പിഴ ഈടാക്കാൻ വന്നതാണ്. പിഴയോ? എന്തിന്? പറയാം. എടാ കടയുടെ വാതിൽക്ക് ത്രാശ് വരച്ചു വെക്കാൻ ആര് പറഞ്ഞതാ? ഞാൻ വരച്ചതല്ല, വോട്ടുകാർ വരച്ചതാ. ആര് വരച്ചതായാലും നിന്റെ കടയുടെ മുമ്പിലല്ലേ. 2 രൂപ പിഴ. അയ്യോ മത്തായിച്ച, നേരം വെളുത്തതിന് ശേഷം ഇവിടെ കൈനീട്ടം വിട്ടിട്ട്. എന്നാ ഈ 2 ദോഷികളെ വേഗം കൊടുത്തോ, ഇല്ലെങ്കിൽ അറസ്റ്റ് നടക്കും. വേഗമാകട്ടെ. പുതിക്കെട്ടെടുത്തത് ആരോടും ചോദിച്ചില്ല. തുറന്നു നോക്കിയപ്പോ പോലീസ് വേഷം ഇരിക്കുന്നത് കണ്ടു. രസത്തിന് എടുത്തിട്ടതാ. ഇന്നാ 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ നിങ്ങൾ പോലീസുകാരാണോ? എന്റെ പൊന്നെ അയ്യോ, ഈ നടുറോട്ടി വെച്ച് എങ്ങനെ ഏമാന്റെ ആണോ? എങ്കിൽ നടക്ക്. എറപടി എടുക്കാൻ. ഏമാമാര് ഞങ്ങളെ ഇവിടുന്ന് എങ്ങനെ ഒന്ന് കയറി പോകുന്നത്? നേരെ ഇരട്ടിയിട്ട് കയറി പോന്നാ മതി. അതുപോലെ അയ്യോ ഞങ്ങളെ പോവാണോ അവരാരെ എന്തോ കടിക്കുന്നുണ്ടല്ലോ. വേണ്ടത്ര തെളിവുകൾ കിട്ടിക്കഴിഞ്ഞു സർ. മത്തായിയോ? ഉടനെ കസ്റ്റഡിയിലെടുക്കാൻ സർ. എടാ അവരാനെ, പോലീസുകാരുടെ കണ്ണി പെടാതെ ഇന്ന് നമ്മക്ക് തള്ളണം. അപ്പൊ റാഹേലോ? അവനെ ആരും ഒന്നും ചെയ്യത്തില്ലടാ. അവൾ ഇവിടെ നിൽക്കട്ടെ. എങ്ങോട്ടാ ചായ പോകുന്നത്? നമുക്ക് മലബാറിന് മുങ്ങാം. എങ്ങനെ പോകും? ഒരു വണ്ടി ഉണ്ട്, പോരുന്നോ? ഞങ്ങൾ 2 പേരും ഉണ്ട്. അയ്യോ സത്യം പറയണം, ഈ കൊലകൊമ്പൻ കാട്ടാനയാണോ? അല്ലേ, ഉണ്ണിത്താൻ അദ്ദേഹത്തിന്റെ ആനയാ. മലമുകളിൽ ആരെങ്കിലും കേറിയാൽ ചവിട്ടിക്കൊല്ലാൻ പരിശീലിപ്പിച്ച് വിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മലമുകളിൽ ആരും കയറാൻ പാടില്ലെന്ന് വെച്ചിരിക്കുന്നത്? അയ്യോ പറയാവേ, മലമുകളിൽ ഉണ്ണിത്താൻ അദ്ദേഹം കഞ്ചാവ് കൃഷി ചെയ്തിരിക്കുക. അതാരും കണ്ടുപിടിക്കാതിരിക്കാനാ ഇങ്ങനെ ഒരു ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ഓഹോ, നീയൊക്കെ ഉണ്ണിത്താന്റെ ഏജന്റന്മാരായിരിക്കും. വേലുവാ ഏജന്റ്. നീ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? കേട്ടില്ലടാ. മലയിൽ ആരെങ്കിലും കേറിയാൽ വേലൂരെ വിവരം അറിയിക്കുന്ന ജോലിയായിരുന്നു എനിക്ക്. അപ്പോ എല്ലാ കൊലപാതകങ്ങൾക്കും നീ കൂട്ടുനിൽക്കുകയായിരുന്നു അല്ലേ? 2 വണ്ടിയേക്കറ്റ്. എന്റെ പൊന്നെ അവാന്, ഞാൻ നിരപരാധിയാണ്. കയ്യിലുണ്ടായിരുന്ന കാശും മേടിച്ച് മോളെ കെട്ടിച്ചേരാന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ തങ്ങിപ്പോയതാണ്. ശബ്ദിച്ചു പോരുത്, കൊല്ലു ഞാൻ. ഞാനെവിടെയാണ്? അമ്മ ധൈര്യമായിരിക്കും. ഉണ്ണിത്താന്റെ ഒരു പഴയ ബംഗ്ലാവാണിത്. എന്റെ കുഞ്ഞുങ്ങൾ എവിടെ? അവർക്കൊരാപത്തും വന്നിട്ടില്ലമ്മേ. എനിക്ക് മിനിമോളെ ബാബുനെയും കാണണം. വളരെ താമസിയാതെ തന്നെ അമ്മയ്ക്ക് അമ്മയുടെ മക്കളെ കാണാം. കിടന്നോളൂ. നമ്മൾ വിജയിച്ചു. ലക്ഷ്മി അമ്മയ്ക്ക് ബോധം തിരിച്ചു കിട്ടി. ഇനി ഒരു നിമിഷം പോലും കളയാനില്ല. വരൂ.
ചതിച്ചോ പടച്ചോനെ? വേലു കുറ്റക്കാരനല്ല, ആ ഗോപിയുടെ ബുദ്ധിയായത്. അവൻ അറിയാതെ നടക്കില്ല, തീർച്ച. നമ്മൾ ഉടനെ അവന്റെ താവളത്തിലേക്ക് പോകുന്നു. അവരെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. വേഗം പോയിക്കോ. മുതലാളിയും വേലു ഉടനെ ആ മുനിയാന്റെ കുടിലേക്ക് ഇല്ല. വരും. എനിക്ക് എന്റെ മോളെ കിട്ടി. എന്റെ മോളെ ഈ ജന്മത്ത് കാണുമെന്ന് വിചാരിച്ചില്ല. എന്റെ മോനെവിടെ? എനിക്ക് മോളെ മാത്രമേ കിട്ടൂ. പണ്ടൊരു ദിവസം ഞാൻ മരുന്ന് പറിക്കാനായി കാട്ടാറിന്റെ തീരത്തുകൂടി നടന്നു വരികയായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അങ്ങനെയാണ് എനിക്കിവളെ കിട്ടിയത്. ഞാനിവളെ വളർത്തി. ഇപ്പോഴാ അമ്മയെ ഏൽപ്പിക്കുന്നു. എന്റെ മോളെ, അമ്മേ, കരയായിരിക്കും. നമുക്ക് ഉടനെ ഇവിടെ നിന്ന് പോണം. ഈശ്വരൻ അവനെ അമ്മയുടെ കയ്യിലെത്തിക്കും. അമ്മ സമാധാനമായിരിക്കും. രക്തങ്ങളുമായി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു അല്ലേ? നിൽക്കവിടെ, അവനെ തൊട്ടുപോകരുത്. അമ്മേ, ആ കാലന്മാര് എങ്ങോട്ട് കൊണ്ടുപോയി നോക്ക്. ചെല്ലു മോളെ, അപ്പം പറയുന്നത് അനുസരിക്ക്. ചെല്ലു മോളെ. മോളെ, മോളെ,